തൊടുപുഴ ഡീപോൾ മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂളിലും ഡീപോൾ പബ്ലിക് സ്കൂളിലും പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. തൊടുപുഴ സബ് ഇൻസ്പെക്ടർ CP ബഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡീപോൾ മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂളിലും ഡീപോൾ പബ്ലിക് സ്കൂളിലും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് 2026-27 വർഷത്തെ പ്രവേശനോത്സവം നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പൂനാട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മധുരം നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത്. തൊടുപുഴ സബ് ഇൻസ്പെക്ടർ CP ബഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വല്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴമയും പുതുമയും ഇടകലർന്ന ഒരു കാലഘട്ടം. അതായത് നമ്മളൊക്കെ കുറച്ച് പഴമ കണ്ട ആളുകളാണ്. നമുക്കൊരു ഭാഗ്യമുണ്ടായി, നമുക്ക് ഈ പുതിയ ജനറേഷനെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അത് രണ്ടും കണ്ട ഒരാളുകൾ, ഒരു വിഭാഗം ഒരു സ്ഥലത്ത്. നേരെ ഓപ്പോസിറ്റ്, ഈ പഴമ ഞങ്ങൾക്കറിയണ്ട, ഈ പഴംപുരാണമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടിയതോ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്ന് പഠിച്ചതോ നിങ്ങൾ കഷ്ടപ്പെട്ടതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. പുതിയത് മാത്രം കാണാൻ ആഗ്രഹിക്കുകയും പുതിയതിനെ ഒന്ന് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയും അതിനെ ഒന്ന് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിലൊരു വൈബ് കണ്ടെത്തുകയും ആ ടച്ച് ചെയ്തിട്ട് അതിനൊരു സന്തോഷത്തെ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അത് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഇത് രണ്ടും ഇടകലർന്ന കാലഘട്ടം, അഭിമുഖ്യവും അനാഭിമുഖ്യവും ഇടകലർന്ന കാലഘട്ടം. ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടുപേരും ഒരു വല്ലാത്ത അവസ്ഥയല്ല. അതായത് ചുരുക്കി പറഞ്ഞത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയാം, മൊബൈലിന് മുമ്പും ശേഷവും. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിന്റെ വേറൊരു പ്രത്യേകത, ആവശ്യവും അത്യാവശ്യവും ഒന്നായി ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് വേർതിരിവില്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നാളെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടിക്ക് ഒരു പെൻസിൽ വേണം, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ഒരു പേപ്പർ വേണം, അല്ലെങ്കിൽ ഒരു മാക്രബർ വേണം. ഇതൊരു അത്യാവശ്യമായ കാര്യങ്ങളാണ്. നാളെ ഒരു ഷൂ വേണം, അല്ലെങ്കിൽ നാളെ ഒരു സ്കേർട്ട് വേണം, അല്ലെങ്കിൽ മറ്റൊരു പാന്റ് വേണം, മറ്റുള്ള സാധനങ്ങൾ വേണം. അതൊക്കെ എന്തുണ്ട്, അത് അത്യാവശ്യം എന്ന് പറയില്ല, ആവശ്യമുള്ളൂ. പക്ഷെ വിത്തിൻ സെക്കൻഡ് ഞാനും നിങ്ങളും നാളെ ഒരു ആവശ്യം പറഞ്ഞാൽ ഈ റബ്ബറിന്റെയും ഈ പെൻസിലിന്റെയും അതേ ഗണത്തിലേക്ക് ഈ പറയുന്ന ഐറ്റംസോടെ കൂട്ടിച്ചേർത്ത് അതൊന്നായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ചിന്തിക്കണം നമ്മള്. ഇതാണ് വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല, നമ്മൾ അറിയിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ലെഗ് വളർന്നു വരുന്നുണ്ട് ഈ ക്യാമ്പസിൽ. എന്താണ്, നല്ലൊരു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് അപ്പുറമായിട്ട് നല്ല എല്ലാ രീതിയിലുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയ ഒരു ബിൽഡപ്പ് നമ്മുടെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. സ്കൂൾ പ്രിൻസിപ്പാൾ സിബി കരികിലാമറ്റത്തിൽ, ലക്ഷ്മി കൃഷ്ണ, ലീന മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. Today is one of the most awaited days as the school is being opened. And we are all sharing this joy because our little ones are again in the school.
the house of learning. This day's joy is being doubled with the presence of Bashir sir. Though it is unexpected, but now he is being part of us and gave us good message with regard to parenting. Due to the lack of time, it could not prolong much, but whatever is being spoken here by him is more relevant and more imitative. And it leads to more reflections personally. Thank you, sir, for being here. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു.